ജലപാത നവീകരണത്തിൽ ദുരിതത്തിലായി തിരുവനന്തപുരം വർക്കലയിലെ നിരവധി കുടുംബങ്ങൾ. കനാൽ വികസിപ്പിക്കുന്നതോടെ കരയിടിയുന്നത് പതിവായി. നിരവധി വീടുകളാണ് ഇവിടെ അപകടാവസ്ഥയിലുള്ളത്. കാണാം തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് വർക്കല കണ്ണമ്പയിലെ ഒരു പറ്റം കുടുംബങ്ങളുടെ ആശങ്കയ്ക്ക് കൂടി ശക്തി പ്രാപിക്കുകയാണ്. കാരണം കനാൽ വികസനത്തിന്റെ ഭാഗമായി ഈ കാണുന്ന ആലപ്പുഴ വേളി കനാൽ വികസിക്കുന്നതിനനുസരിച്ച് ചുരുങ്ങിപ്പോയത് ഈ പ്രദേശത്തെ ഒരു പറ്റം മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയാണ്. പശ്ചിമതീര കനാൽ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ആലപ്പുഴ വേളി ജലപാത നവീകരണം നടക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ട നവീകരണ ഉദ്ഘാടനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർവഹിച്ചതിന് പിന്നാലെ ഇപ്പോൾ നടക്കുന്നത് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങളാണ്. ഇതിൽ തിരുവനന്തപുരം വർക്കലയിൽ കനാൽ കടന്നു പോകുന്ന പ്രദേശത്തെ കുടുംബങ്ങളാണ് നാളുകളായി ആശങ്കയോടെ കഴിഞ്ഞു വരുന്നത്. നവീകരണ പ്രവർത്തനം തുടരുന്ന ഇവിടെ ശക്തമായ മഴയെ തുടർന്ന് ജലപാതയുടെ കരകൾ വൻതോതിൽ ഇടിഞ്ഞു താഴുന്നതാണ് ഈ കുടുംബങ്ങളുടെ നെഞ്ചിടിപ്പേറ്റുന്നത്. ഞങ്ങളിവിടെ വന്ന് താമസിക്കാൻ വരുന്ന സമയത്തിന് ആറ്റിൽ കൂടെ ഇവിടെ കൂടെ കയറിയാൽ മോളിൽ പോകുന്ന അത്ര കുഴിയേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഭയങ്കര കുഴിയായി. അവർ ശരിക്കും മണ്ണെടുത്തുകൊണ്ട് പോയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത്. ഇപ്പോൾ സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പം ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് താമസിക്കും? രാത്രിയായിരുന്നാലും പകലായിരുന്നാലും കിടന്ന് ഉറങ്ങണോ? ഉറക്കമില്ല. സത്യത്തിൽ ഇത് ഇടിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഉറക്കമില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇത് പ്രമാണമുള്ള ഒരു വസ്തുവാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ പൈലിംഗ് നടത്തിയപ്പോൾ തന്നെ സമീപത്തെ വീടുകളുടെ ഭിത്തികളിൽ വലിയ വിള്ളലുകൾ വീണിരുന്നു. പിന്നാലെ കാലവർഷം തിമിർത്ത് പെയ്തതോടെ വീടുകളുടെ അപകടാവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഇതുവരെ ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൈലിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഈ കുഴപ്പം അത്രയും ഉണ്ടായത്. ഈ താഴ്ച വന്നതിന് ശേഷം JCB നല്ല ഇത് താത്തപ്പ അടി നല്ല മണലാണ്. മണലിൽ നിന്ന് കയന്ന് മൊത്തം ഇടിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. ഇടിഞ്ഞ് വീണപ്പോൾ പിന്നെ നമ്മൾ ഈ എൻ്റെ കക്കൂസ് വരെ താന്ന് വീടിന് നല്ല പൊട്ടലുണ്ട്. പിന്നെ നമ്മൾ കിടക്കണതിനെ പേടിച്ചാണ് കിടക്കണതിനെ കൊച്ചുങ്ങളെയും കൊണ്ട്. എൻ്റെ വീട്ടിനകമാണ് പൊട്ടൽ. ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ നമ്മൾ നിൽക്കരുത്. എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് ആദ്യം പിടിച്ചാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. കനാലിനു സമീപത്തെ മണ്ണ് ശക്തമായി ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ കനാലിലേക്ക് പതിച്ചിരുന്നു. അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയും പുനരധിവാസ പാക്കേജ് ആവശ്യപ്പെട്ടും തഹസിൽദാർ മുഖാന്തരം കളക്ടർക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. പോസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വീതിയുള്ള സ്ഥലം വരുന്നത്. ആറും സ്ഥലമായിട്ട് ഭയങ്കര വീതിയായിരുന്നു. ഇത് മണ്ണെടുത്തതിന് ശേഷം അവർ വീതി കുറഞ്ഞപ്പോൾ ഇത് കൊത്തനെ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തത്. ഇരുത്തിയപ്പോഴാണ് പോസ്റ്റ് മറിഞ്ഞത്. ഒന്നും ഇതുവരെ 1 രൂപ ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഞാൻ 3 തവണ പേപ്പർ കൊടുത്തു. 10 രൂപ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇന്ന് വരെ. ഞാൻ കയറി ഇറങ്ങാൻ ശിവേരിയിൽ ഓഫീസുണ്ട്. അവിടെ കയറി ഇറങ്ങി അവസാനം ഞാൻ ഇപ്പോൾ എങ്ങ് പോവാറ്. നാട് വികസിക്കൽ അനിവാര്യമാണ്. പക്ഷേ വികസന ഇരകൾ ഉണ്ടാകാതിരിക്കലാണ് ശരിയായ വികസന മാതൃക. നിയമപരമായി ഈ ഭൂമിയുടെ അവകാശികളായ ഈ മനുഷ്യർക്ക് ഇക്കണ്ട പ്രതിസന്ധിയിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം വേണം. അല്ലെങ്കിൽ ന്യായമായ പുനരധിവാസം. ക്യാമറാമാൻ അരുൺ അസാറിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.